വിശദമായി നോക്കാം. ഇടുക്കി ചിന്നക്കനാലിൽ കുങ്കിയാന താവളത്തിലേക്ക് വീണ്ടും കടക്കാൻ ശ്രമിച്ച അരിക്കൊമ്പൻ. ഇന്ന് 2 തവണ കുങ്കിയാന താവളത്തിന് സമീപം അരിക്കൊമ്പനെത്തി. പടക്കം പൊട്ടിച്ചാണ് അരിക്കൊമ്പനെ തുരത്തിയത്. കുങ്കിയാന താവളത്തിൽ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചു. തിരിച്ചങ്ങോട്ട് പോവാ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം ഇറക്കിയ റൈറ്റിൽ കൂടെ താഴ്ത്തി വഴിയില്ല ആ വഴി. അതെ പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, വളരെ വലിയ ആശങ്ക ഉയരുന്ന സാഹചര്യം. വീണ്ടും ഈ കുങ്കിത്താവളത്തിലേക്ക് അരിക്കൊമ്പൻ എത്തുകയാണ്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? ഈ കാട്ടിനുള്ളിലേക്ക് തുരത്തി ഓടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ അരിക്കൊമ്പൻ ഈ കുങ്കിയാന താവളത്തിന് സമീപത്തുള്ള അനിറക്കി ജലാശയത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരു കുറച്ച് മരങ്ങളൊക്കെ നിറഞ്ഞൊരു മേഖലയിലാണ് ചേർത്തിരിക്കുന്നത്. ഇന്ന് 2 തവണ കുങ്കിയാന താവളത്തിലേക്ക് കടക്കാൻ അരിക്കൊമ്പൻ ശ്രമിച്ചു. ആദ്യം വാച്ചർമാർ പടക്കം പൊട്ടിച്ച് ഓടിക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും ഈ മേഖലയിൽ തന്നെ തുടരുകയാണ്. തുടർന്ന് വീണ്ടും ആനത്താവളത്തിലേക്ക് കടക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. പിന്നെയും വാച്ചർമാർ ഓടിച്ചതോടെ ഈ തൊട്ട് സമീപത്തായിട്ട് മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ കുങ്കിയാനത്താവളത്തിലേക്ക് അതിക്രമിച്ച് ആന കടന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ വാച്ചർമാരെ ഈ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഏതാനും ദിവസങ്ങളായി ഈ കുങ്കിയാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിടിയാനയും 2 കുട്ടിയാനകളും ഒക്കെ ഈ അരിക്കൊമ്പൻ സമീപത്തായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആനക്കൂട്ടവും മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു. ഇന്ന് സിംഗകണ്ഠം മേഖലയിൽ തക്കക്കൊമ്പനും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെ അരിക്കൊമ്പൻ വലിയ ഭീതിജനകമായ സാഹചര്യങ്ങളാണ് നിലവിൽ ഇവിടെയിരിക്കുന്നത്. അതായത് സിംഗകണ്ഠം ചിന്നക്കനാൽ പാതയോട് ചേർന്നിട്ടാണ് നിലവിൽ ആനയിറങ്ങൽ സമയത്തായി സിംഗകണ്ഠം ചിന്നക്കനാൽ റോഡിനോട് ചേർന്നിട്ടാണ് അതിന് സമീപ മേഖലയിലാണ് നിലനിർപ്പിച്ചിരുന്നത്. ഏത് നിമിഷവും ഈ റോഡിലൂടെ ഒക്കെ കടന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ ആശങ്കയോട് തന്നെയാണ് നിലവിൽ ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും സമരം 3ാം ദിവസവും തുടരുകയാണ്. പൂപ്പാറയിലെയും സിംഗകണ്ഠത്തെയും സമരം തുടരുന്നു. കൂടുതൽ സംഘടനകൾ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അരിക്കൊമ്പൻ കേസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക സംഘടനകൾ അതായത് 60ഓളം കർഷക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ഹൈക്കോടതി സമീപിക്കും. രാത്രി കേസ് പരിഗണിക്കാനുണ്ടായ അടിയന്തര സാഹചര്യം നിയമവിരുദ്ധമാണോ എന്നത് സംബന്ധിച്ച് അവർ ആരായും. അതേസമയം പ്രത്യേക ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ തയ്യാറാണെന്നാണ് ഈ കർഷക സംഘടനകളുടെ ആവശ്യം. സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷക സംഘടനകൾ മാർച്ച് 5-ന് ഹൈക്കോടതി സമീപിക്കും. അതോടൊപ്പം നിലവിൽ മാർച്ച് വിദഗ്ധ സമിതിയിലെ 4 അംഗങ്ങൾ നാളെ ഇടുക്കിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയും ആളുകളുമായി നേരിട്ട് സംവദിക്കുകയും ചെയ്യും. അങ്ങനെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കുന്നതോടെ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നും അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുന്നുള്ള നടപടി ഉണ്ടാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ പ്രിൻസ്, എന്തായാലും ഇപ്പോൾ അരിക്കൊമ്പന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അരിക്കൊമ്പനൊപ്പം മറ്റു ആനകളും ഉണ്ട് അല്ലേ? തീർച്ചയായും അരിക്കൊമ്പനൊപ്പം കുറച്ച് ദിവസങ്ങളായി ഒരു പിടിയാനയും 2 കുട്ടിയാനകളുമുണ്ട്. സമീപ മേഖലയിൽ മറ്റൊരു ആനക്കൂട്ടവും ഉണ്ട്. ഇന്ന് തന്നെ സിംഗകണ്ഠത്തിന് സമീപം തക്കക്കൊമ്പനും എത്തിയിരുന്നു. അതായത് ഈ മേഖലകളിലെല്ലാം ജനവാസ മേഖലകളിലെല്ലാം നിരവധി ആനക്കൂട്ടങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളായി ഉണ്ട്. എന്തായാലും അരിക്കൊമ്പൻ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. 301 കോളനിക്ക് സമീപം സിമന്റ് പാലം, അതായത് ദൗത്യം തീരുമാനിച്ചിരിക്കുന്ന സിമന്റ് പാലം, അതിന് തൊട്ട് സമീപത്തുള്ള മരപ്പാലം, ഇതൊക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഏകദേശം 1/2 കിലോമീറ്റർ ഈ മേഖലയിലാണ് ദിവസങ്ങളായി ഉയരുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് അരിക്കൊമ്പൻ ഈ കുങ്കിയാന താവളത്തിലേക്ക് ആദ്യം എത്തുകയും കോന്നി സുരേന്ദ്രന് സമീപത്ത് വരെ എത്തുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ കാണുകയും വനംവകുപ്പ് വാച്ചർമാരും പാപ്പാന്മാരും ഓടിയെത്തി വാഹനം കുങ്കിയാന താവളത്തിലേക്ക് ഓടിച്ചുയർത്തി ശബ്ദമുണ്ടാക്കുകയും ചെയ്തതോടെ ആന ഇവിടുന്ന് മാറുകയായിരുന്നു. എന്നാലും മണിക്കൂറുകളോളം ഈ കുങ്കിയാന താവളത്തിൽ തന്നെ ആന നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. ഇതേ തുടർന്ന് ഇന്ന് രാവിലെയും ഇതേ സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കുങ്കിയാന താവളത്തിലേക്ക് കടക്കാൻ അരിക്കൊമ്പൻ ശ്രമിക്കുന്നു. ആദ്യ തവണ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമൊക്കെ വാച്ചർമാർ ഇതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം പിൻവാങ്ങിയെങ്കിലും തുടർന്ന് പിന്നെയും ഇതേ സാഹചര്യം നിലവിലുണ്ടാകുന്നു. ഇപ്പോഴും പിൻവാങ്ങി എങ്കിലും വളരെ ദൂരേക്ക് മാറിയിട്ടില്ല. സമീപത്തായി അനേറക്കൽ ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും വീണ്ടും
കുങ്കിയാന താവളത്തിലേക്ക് വീണ്ടും ഒരു ആക്രമണം അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് അവൻ കടന്നു പോകുന്നത്. തിരിച്ചു മടങ്ങുന്നുണ്ടെങ്കിലും വാച്ചർമാരൊക്കെ ഭയപ്പെടുത്തുകയും പടക്കം പൊട്ടുകയും ഒക്കെ ചെയ്യുന്നതോടെ തിരിച്ചു മടങ്ങുന്നുണ്ടെങ്കിലും വലിയ ദൂരേക്ക് മാറാതെ തന്നെ ഇതിനോട് സമീപത്തായ പ്രദേശങ്ങളിലൊക്കെ നിലയുറപ്പിച്ചിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കൂടുതൽ വാച്ചർമാരെ ഇതിന് സുരക്ഷയ്ക്കായി നിയമിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പ്രതീക്ഷിക്കാതെയാണ് അരിക്കൊമ്പൻ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നത്. കാരണം ഈ പ്രദേശത്തോടൊക്കെ നടക്കുകയായിരുന്നെങ്കിൽ പോലും അരിക്കൊമ്പൻ ഈ താവളത്തിലേക്ക് എത്തി ഇന്നലെ രാത്രിയിൽ എത്തുകയും വളരെ മണിക്കൂറുകളോളം ഇവിടെ ഒരു ഭീതിജനകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതോടെയാണ് കൂടുതൽ വാച്ചർമാരെ ഈ മേഖല കടനെ നിരീക്ഷിക്കുന്ന കൂടുതൽ വാച്ചർമാരെ ഈ പ്രദേശത്ത് നിയോഗിച്ചത്. ഒപ്പം വനംവകുപ്പ് ജീവനക്കാരുമൊക്കെ ഈ മേഖലയിൽ തങ്ങം പിടിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മേഖലയിലുള്ളതിനാൽ പ്രത്യേകമായി പോലീസ് ഫോഴ്സും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. ആളുകൾക്ക് യാത്രക്കാർക്കൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. കാരണം ഏത് നിമിഷവും ആന ഈ പ്രധാന പാതയിലേക്ക്, അതായത് ചിന്നക്കനാൽ സിംഗിൾകണ്ടം പാതയിലേക്ക് കടന്നു വരാം. വിനോദസഞ്ചാരികളൊക്കെ അടക്കമുള്ളവരും നാട്ടുകാരുമൊക്കെ സ്ഥിരമായി സഞ്ചരിച്ചു പോകുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് നിർദ്ദേശം നൽകാൻ പോലീസും കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകളായി ഈ മേഖലയിൽ തന്നെയാണ്, ഈ കുങ്കിയാനത്താവളത്തിന്റെ സമീപത്തിൽ തന്നെയാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യം ഈ പ്രദേശത്ത് കാണുന്ന പുൽമേടുകളിലും മരങ്ങൾക്കിടയിലൂടെയൊക്കെ ആയിരുന്നു ഇന്നലെയൊക്കെ അരിക്കൊമ്പൻ നടന്നിരുന്നത്. ഇന്നും സമാനമായ സാഹചര്യത്തിൽ കുങ്കിയാന താവളത്തിനോട് ചേർന്ന് തന്നെ തുടരുന്നൊരു സാഹചര്യം. ആദ്യം കുങ്കിയാന താവളത്തിലേക്ക് ആനകളെ എത്തിച്ചപ്പോൾ ആദ്യം വിക്രമയും സൂര്യയും എത്തിച്ചത്. ആ സമയങ്ങളിൽ ചക്കക്കൊമ്പൻ രണ്ടാമത്തെ ദിവസം ഇവിടെ എത്തിയതെങ്കിൽ പോലും പിന്നീട് ചക്കക്കൊമ്പൻ ഈ മേഖലയിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അരിക്കൊമ്പൻ ഈ 3-4 ദിവസങ്ങളായി തുടർച്ചയായി ഏത് സമീപ പ്രദേശങ്ങളിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. തുടർന്ന് ഇന്നലെ കുങ്കിയാനത്താവളത്തിലേക്ക് എത്തുന്നു. ഇന്ന് 2 തവണ കുങ്കിയാനത്താവളത്തിലേക്ക് എത്തുന്നു. പടക്കം പൊട്ടിച്ചോ ശബ്ദമുണ്ടാക്കിയോ ഒന്നും ഇതിനെ വിരട്ടാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. വളരെ ദൂരത്തേക്ക് മാറുന്നില്ല. പിൻവാങ്ങുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്ത് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആര്യ പ്രിൻസ്, അതാണ് എന്തായാലും വലിയ ഭീതിയിലാണ് അവിടുത്തെ നിവാസികളുള്ളത്. വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അരിക്കൊമ്പനെ പിടിക്കണം എന്നുള്ള ആവശ്യവുമായി ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു. അതേസമയം തന്നെ അരിക്കൊമ്പൻ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏത് നിമിഷവും അരിക്കൊമ്പന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം പ്രതീക്ഷിച്ച് തന്നെയാണ് അവിടെയുള്ളവർ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിരന്തരമായി ഈ കുങ്കിയാന കൂട്ടിയിലേക്ക് താവളത്തിലേക്ക് അരിക്കൊമ്പൻ എത്തുമ്പോൾ ഈ വലിയൊരു ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അവിടെ നിലനിൽക്കുന്നുണ്ടല്ലേ? ഈ ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചും അരിക്കൊമ്പനെ തുരത്താം എന്നതിനപ്പുറം വലിയൊരു നടപടിയിലേക്കൊന്നും അവർക്കും കടക്കാൻ സാധിക്കില്ലല്ലോ, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ ബഹളം വയ്ക്കുക, അല്ലെങ്കിൽ ആളുകൾ കൂട്ടം കൂടി ബഹളം വയ്ക്കുക, പടക്കം പൊട്ടുക എന്നെല്ലാം മറ്റു മാർഗങ്ങളില്ല. കാരണം ഈ അരിക്കൊമ്പൻ ജനങ്ങൾ പറയുന്ന, പ്രദേശവാസികൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അരിക്കൊമ്പൻ ഇപ്പോൾ പടക്കം ഒന്നും പൊട്ടിച്ചാൽ വളരെ ദൂരത്തേക്ക് മാറില്ല. ജസ്റ്റ് അല്പം ഒന്നും മാറിയെങ്കിൽ പോലും അവൻ മേഖല കടന്നു പോവില്ല. അവൻ നിലയുറപ്പിച്ച് വരെ തുടരും. കാരണം അരിക്കൊമ്പൻ കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ്. പടക്കം പൊട്ടിക്കുന്നതൊന്നും ഇവൻ കാര്യമാക്കാറില്ല. അതുകൊണ്ട് തന്നെ ആക്രമണങ്ങളിൽ നിന്ന് പിൻവാങ്ങിയാൽ പോലും ആ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുന്ന, ദൂരേക്ക് മാറുന്ന ഒരു സാഹചര്യമില്ല. ഈ പ്രദേശം തുടരുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വനംവകുപ്പുമാരൊക്കെ പടക്കം പൊട്ടിച്ചൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുങ്കിയാനത്താവളത്തിൽ നിന്ന് അല്പം മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് മാറി അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം. അതായത് ഈ ശബ്ദം കേട്ടൊന്നും ഭയന്ന് വളരെ ദൂരേക്കൊന്നും ആന മാറുന്നില്ല. ഈ മേഖലയിൽ തന്നെ തുടരുന്നു. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കൂടുതൽ വാച്ചർമാരെ വിവിധ മേഖലകളിലുള്ള ഈ മതികെട്ടാഞ്ചോല ദേശീയതയോട് ചേർന്ന് ജോലി ചെയ്യുന്ന ആനകളെ നിരീക്ഷിക്കുന്ന വാച്ചർമാരെ, പ്രധാനികളെയെല്ലാം ഈ മേഖലകളിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നതിനും കുങ്കിയാനത്താവളത്തിന് ചുറ്റുമായി സുരക്ഷ ഒക്കെയാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയാണ് വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ സമരങ്ങളും ശക്തമായി തുടരുന്നു. എന്തായാലും വിദഗ്ധ സമിതി നാളെ ചിന്നക്കനാലിൽ എത്തുന്നതോടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്താനാവും എന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ഹരിയ. യെസ്, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും കുങ്കിയാന താവളത്തിലേക്ക് ഒരു ആക്രമണത്തിന് ഒരുങ്ങി തന്നെ അരിക്കൊമ്പൻ എത്തിയ സാഹചര്യമായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. വനംവകുപ്പ് വാച്ചർമാരുടെ ശക്തമായ നിരീക്ഷണവും കാവലും ആ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചാണ് അരിക്കൊമ്പനെ തൽക്കാലം അവിടെ നിന്നും തുരുത്തിയിട്ടുള്ളത്. എന്നാലും ജനവാസ മേഖലയിൽ നിന്ന് അധികം ദൂരത്തേക്കൊന്നും അരിക്കൊമ്പൻ പോവാൻ തയ്യാറായിട്ടില്ല. പ്രിൻസ് നൽകുന്ന വിവരം അനുസരിച്ച് നോക്കുമ്പോൾ ഈ പടക്കം പൊട്ടിക്കുകയും ബഹളം
വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി അരിക്കൊമ്പന് മാറിയിട്ടുണ്ട്. അത്രത്തോളം ജനവാസ മേഖലയിൽ കഴിയുന്ന ഒരു ആന ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ആനയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും മതിയാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ശക്തമായ ഒരു നിരീക്ഷണം, ജാഗ്രത അവിടെ തുടരുകയാണ്. പ്രിൻസ് തുടരുന്നുണ്ട്. പ്രിൻസ്, ഈ നാളെ വിദഗ്ധ സമിതി, ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ചിന്നക്കനാലിലേക്ക് എത്തുകയാണ്. അവരുടെ ആശങ്കകളെല്ലാം ഈ വിദഗ്ധ സമിതിയെ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ ആഗ്രഹം പോലെ തന്നെ, ആവശ്യം പോലെ തന്നെ ഈ അരിക്കൊമ്പനെ പിടികൂടി കൊണ്ടുപോകാം, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്നുള്ള ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന് തന്നെയാണോ നാട്ടുകാർ കരുതുന്നത്? കോടതി നിയോഗിച്ച അംഗ സമിതിയിലെ 4 പേരാണ് നാളെ ചിന്നക്കനാൽ കണ്ണമ്പാറ പഞ്ചായത്തുകൾ സന്ദർശനം നടത്തുന്നത്. 5-ാം തീയതി കേസ് കോടതി പരിഗണിക്കുന്ന മുന്നോടിയായി റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഭാഗമായാണ് സന്ദർശനം. സമിതി ധനവികാരം മനസ്സിലാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കാരണം ഈ മേഖലയിലെ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതോടെ ആളുകൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ, വീട് തകർന്ന ആക്രമണത്തിൽ തകർന്ന വീടുകൾ, ഒപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഈ സമിതി സന്ദർശിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. അപ്പോൾ സമിതിയെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കുന്നതോടെ ഈ നിലവിൽ ഈ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്നും ഒരു ജനങ്ങൾക്ക് അനുയോജ്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. കാരണം ഈ ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പനടക്കമുള്ള കാട്ടാനകൾ സ്ഥിരമായി എത്തുന്ന സാഹചര്യങ്ങൾ സമിതി ബോധ്യമാകുന്നതോടെ ജനങ്ങൾക്ക് അനുകൂലമായി, അതായത് അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ കേസ് പരിഗണിക്കുന്നത് ഹർജി മാറ്റി ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കണമെന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് കർഷക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാരും പി ഗോപിനാഥനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് നിലവിൽ കേസ് പരിഗണിക്കുന്നത്. എന്നാൽ ഈ ബെഞ്ചിൽ നിന്ന് ഹർജി മാറ്റി ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കണമെന്നാണ് കർഷക സംഘടന ആവശ്യം. അതായത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ഓളം കർഷക സംഘടനകൾ ഉൾപ്പെടുന്നത്. അതായത് ഇടുക്കി ലാൽശ്രീറാം മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള കർഷക സംഘടനകൾ ഇത് സംബന്ധിച്ച് മാർച്ച് 5-ന് ഏപ്രിൽ 5-ന് കോടതിക്ക് ചീഫ് ജസ്റ്റിസ് ഹർജി സമർപ്പിക്കും. മാർച്ച് 23-ന് രാത്രിയിൽ കേസ് അടിക്കുന്ന വിഷയം അടിയന്തരമായി പരിഗണിക്കാനുള്ള സാഹചര്യം അന്വേഷണമെന്നും ഇടുക്കി ലാൽശ്രീറാം മൂവ്മെന്റ് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പ്രതിഷേധവും ഇടുക്കിയിൽ തുടരുന്നു. സിംഗുകണ്ടത്തും പൂപ്പാറയിലുമൊക്കെ സമരങ്ങൾ തുടരുന്നു. കൂടുതൽ ആളുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ സമരത്തിന്, രാപ്പകൽ സമരത്തിനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിവിടെ എത്തുന്നുണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. അരിക്കൊമ്പന്റെ വിളയാട്ടം അത് ജനവാസ മേഖലയിൽ തുടരുകയാണ്. സിംഗുകണ്ടത്തും ചിന്നക്കനാലിലുമൊക്കെ പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുന്നു. ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അരിക്കൊമ്പനൊപ്പം മറ്റ് കാട്ടാനകളുമുണ്ട്. തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. വാർത്തകളിലേക്ക്. കെ മുരളീധരനെ പിന്തുണച്ച് MK രാഘവൻ MP. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകണം. മുരളീധരനെ ഉൾപ്പെടെ സംസാരിക്കാൻ അനുവദിക്കണമായിരുന്നു. തന്നെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് വിശദീകരിക്കേണ്ടത് നേതൃത്വം. തന്റെ മുൻ നിലപാടുകളിൽ മാറ്റമില്ലെന്നും MK രാഘവൻ കോഴിക്കോട് പറഞ്ഞു. കെ മുരളീധരനെ സംസാരിക്കാൻ വിളിക്കേണ്ടതായിരുന്നു, ന്യായമായും. മുതിർന്ന നേതാക്കളെ ഉൾക്കൊണ്ട് പോകാനുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് ആവശ്യം. അത് വിളിക്കാതെ വളരെ മോശമായ അഭിപ്രായക്കാരനാണ് ഞാൻ. ശരിയായില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. വിളിക്കേണ്ടതായിരുന്നു. തൃശൂരിൽ നിന്നുള്ള വേളാങ്കണ്ണി തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. ഒല്ലൂർ നെല്ലിക്കുന്ന് സ്വദേശികളായ സ്ത്രീയും കുട്ടിയുമാണ് മരിച്ചത്. തഞ്ചാവൂർ ഓറത്തുനാടിന് സമീപം വളവ് തിരിയുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ തഞ്ചാവൂർ ജില്ലയിലെ മന്നാർഗുഡി ഒറത്തുനാടിന് സമീപത്തായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു. നെല്ലിക്കുന്ന് സ്വദേശികളായ 63 വയസ്സുള്ള ലില്ലി, 9 വയസ്സുള്ള റയാൻ എന്നിവരാണ് മരിച്ചത്. ഒല്ലൂർ പള്ളിക്ക് സമീപത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് തീർത്ഥാടക സംഘം യാത്ര തിരിച്ചത്. ലില്ലിയും റയാനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 4 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരടക്കം 17 പേരെ തഞ്ചാവൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി കെ രാജനും തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയും തഞ്ചാവൂർ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. 17 പേർക്കാണ് തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അവരെ തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട 17 പേർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും അവിടെ ലഭ്യമായി വരികയാണ്. മുഴുവൻ പേരെയും അവർ പരിശോധിച്ചു വരികയാണ്. ഒടിവ്, ചതവ് തുടങ്ങിയിട്ടുള്ള ചില അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ അതിയായി ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. കാരണം അവിടെയുള്ള മുഴുവൻ രോഗികൾക്കും കൊടുക്കാവുന്നതായിട്ടുള്ള എല്ലാ ചികിത്സാ സഹായവും
അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അവരുടെ യാത്ര, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകമായ നിർദ്ദേശം തഞ്ചാവൂർ ജില്ലാ കളക്ടർ ശ്രീകാന്തിന് കൊടുത്തിട്ടുണ്ട്. 47 പേരായിരുന്നു തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 തൃശൂർ, ചെന്നൈ. ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്റർ. സഭയുടെ വിയർപ്പിലും വോട്ടിലും മന്ത്രി വീണ ജോർജ് മൗനം വെടിയണമെന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പിണറായി വിജയൻ നീതി പാലിക്കണമെന്നും പോസ്റ്ററിലുണ്ട്. ഓർത്തഡോക്സ് യുവജനം എന്ന പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ PRD നൽകിയ പരസ്യത്തിനെതിരെ CPI. പരസ്യത്തിൽ CK ആശയുടെ പേര് വെക്കണമായിരുന്നു. PRDയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി DB ബിനു പറഞ്ഞു. അതേസമയം പരിപാടിയിൽ MLAയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ആ പരസ്യത്തിൽ വൈക്കത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയായതുകൊണ്ട് വൈക്കം MLA CK ആശയുടെ പേരുണ്ടാകണമെന്ന ശക്തമായ അഭിപ്രായമാണ് നമ്മൾക്കുള്ളത്. അതിൻ്റെ വിമർശനമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ആ വിമർശനത്തെ വളരെ തെറ്റായി വ്യാഖ്യാനിച്ച് ഈ പരിപാടിയിൽ തന്നെ MLA ഒഴിവാക്കിയെന്നും MLAയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ള വസ്തുതാവിരുദ്ധമായ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുക. 2 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ മറ്റു മന്ത്രിമാരെക്കാൾ പ്രാധാന്യം വൈക്കത്തെ ജനപ്രതിനിധിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവിടെ നൽകി എന്നുള്ളതാണ് വസ്തുത. അതേസമയം വീഴ്ച PRD ഉദ്യോഗസ്ഥരുടേതെന്ന CK ആശ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം നടത്തിയത്. മാനനഷ്ട കേസിൽ സൂറത്ത് CJM കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി നാളെ അപ്പീൽ നൽകും. സൂറത്ത് സെഷൻസ് കോടതിയിലാണ് അപ്പീൽ നൽകുക. അപ്പീൽ നൽകുന്നതിനായി രാഹുൽ ഗാന്ധി സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാകും. CJM കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ അപ്പീൽ നൽകുന്നത്. ഗുജറാത്തിലെ BJP MLA പൂർണേഷ് മോദി നൽകിയ അപകീർത്തി കേസിൽ 2 വർഷം തടവ് വിധിച്ചിരുന്നു. അനന്തപുരിക്ക് അനുഗ്രഹം നൽകി അഘോരി പരമ്പരയിലെ ശ്രീ കൈലാസപുരി. വെങ്ങാനൂർ ചാവടിനട പൗർണമികാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗത്തിന്റെ മുഖ്യ കാർമ്മികനായാണ് കൈലാസപുരി തലസ്ഥാനത്ത് എത്തിയത്. മഹായാഗശാലയിൽ എത്തിയ കൈലാസപുരി അനുഗ്രഹ പ്രഭാഷണവും ചൊരിഞ്ഞു. യാഗത്തിന്റെ 3ാം ദിനമാണിന്ന്. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയുമായി നടത്തുന്ന യാഗം ഇന്ന് 3ാം ദിനത്തിലേക്ക്. 7 ദിവസത്തെ യാഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അഘോരി പരമ്പരയിലെ ശ്രീ കൈലാസപുരി തലസ്ഥാനത്തെത്തിയത്. മുഖ്യ കാർമ്മികനായ കൈലാസപുരി പാളയം ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചാണ് വെങ്ങാനൂർ പൗർണമികാവ് ക്ഷേത്രത്തിലെത്തിയത്. വാദ്യഘോഷത്തോടെ ആചാര്യശ്രേഷ്ഠനെ പൗർണമികാവിൽ സ്വീകരിച്ചു. തുടർന്ന് കൈലാസപുരി ക്ഷേത്രപൂജകൾക്ക് കാർമ്മികത്വം വഹിച്ച് ഭക്തരെ അനുഗ്രഹിച്ചു. യാഗശാലയിലെത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഭക്തർക്ക് ദർശനം നൽകും. പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി നടത്തുന്നതാണ് ഈ മഹാപ്രപഞ്ചയാഗം. ഈ പ്രപഞ്ചയാഗത്തിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ മഹാക്ഷേത്രങ്ങളിലെയും യോഗവര്യന്മാരുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ പ്രപഞ്ചയാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുണ്യക്ഷേത്രങ്ങളിലെ യാഗാചാര്യന്മാരാണ് മന്ത്രോച്ചാരണങ്ങളുമായി നാടിന്റെ നന്മയ്ക്കുള്ള പ്രപഞ്ചയാഗത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മധുവിന് നീതി കിട്ടുമോ? സാക്ഷികൾ നിരന്തരം കൂറുമാറിയതിനെ തുടർന്ന് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നടപ്പിലാക്കിയ അപൂർവം കേസുകളിൽ ഒന്നാണ് മധു വധക്കേസ്. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിച്ചുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതോടെ സാക്ഷി വിസ്താരത്തിനിടെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കേണ്ട സാഹചര്യവും ഉണ്ടായി. മധു വധക്കേസിൽ സാക്ഷികൾ കൂറുമാറി തുടങ്ങിയതോടെയാണ് ഇവർക്ക് സംരക്ഷണം നൽകാൻ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നടപ്പിലാക്കിയത്. കേരളത്തിൽ അപൂർവമായാണ് ഇത്തരത്തിൽ സംരക്ഷണം ഏർപ്പെടുത്തുന്നത്. പ്രോസിക്യൂഷൻ പിന്നീട് നടത്തിയ പരിശോധനയിൽ 11 പ്രതികൾ നിരന്തരം സാക്ഷികളെ വിളിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നു.
ഇതേ തുടർന്ന് പ്രധാന സാക്ഷി വിസ്താരം പൂർത്തിയാകുന്നതുവരെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. 11 പേരാണ് നിരന്തരമായിട്ട് ഫോൺ ചെയ്തിട്ട് ഈ സാക്ഷികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇവരെ കൂറുമാറാനുള്ള എല്ലാ നടപടിക്രമങ്ങളും, അതിൻ്റെ ഇടയിൽ 2 ഫോൺ നമ്പർ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. മിഡിൽ മാൻസ് ഉപയോഗിച്ചിട്ടുള്ള നമ്പേഴ്സ് വേറെ ഉണ്ട്. ആഞ്ചനം ഉപയോഗിച്ചിരുന്നു പറയുന്ന ഒരു നമ്പറുണ്ട്, വേറൊരു നമ്പറും കൂടി അതിലുണ്ട്. ആ 2 നമ്പറുകളും ഈ പറഞ്ഞിട്ടുള്ള മധു കേസിൻ്റെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഈ ഓർഡർ എന്ന് നിലവിൽ വന്നു അന്ന് കട്ട് ചെയ്യുകയും ചെയ്യപ്പെട്ട 2 നമ്പർ അതിലുണ്ട്. സാക്ഷികളെ വിളിക്കാൻ മാത്രം 2 ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നതായി പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നടപ്പിലായതോടെ ഈ നമ്പറുകളിൽ നിന്നുള്ള വിളി നിന്നു. വേറെ ഒരു സ്ത്രീയുടെ പേരുള്ള നമ്പർ അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് ഉള്ള ആൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ആൻഷൻ്റെ റോൾ ഈ വിളിക്ക് വരുന്നത്. ഈ ഒരു സംഭവത്തിൽ വളരെ വ്യക്തമായ തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്തതിന് ശേഷം അത് നമ്മളാകെ അതും അന്നവും പരിമിതികളുണ്ടായിരുന്നു. കാരണം 1 കൊല്ലത്തെയാണ് നമുക്ക് കോൾ റെക്കോർഡ്സ് എടുക്കാൻ പറ്റുക. കേസിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നടപ്പിലായത് പ്രോസിക്യൂഷന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വിഷുവിനെ വരവേൽക്കാൻ കണിക്കൊന്നകൾ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. വേനൽ ചൂട് കനക്കുമ്പോഴും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നാടെങ്ങും. കോഴിക്കോട് നിന്ന് സീനിയർ ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടി പകർത്തിയ ദൃശ്യങ്ങളോടെ ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നെല്ലറയായ നെന്മാറയിൽ വല്ലങ്ങി ദേശത്തും ഇത് വേലക്കാലം. ആദിപരാശക്തി ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവകാലം. നാടൊഴുകിയെത്തുന്ന നെന്മാറ വല്ലങ്ങിയിൽ നിന്ന് വേലയുടെ ആവേശ കാഴ്ചകൾ ന്യൂസ് 18-ൽ തത്സമയം തിങ്കളാഴ്ച രാവിലെ 7 മുതൽ.